ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എല്ലാ മനുഷ്യർക്കും മഹത്വം വേണമെന്ന് ആഗ്രഹമുണ്ട്. ആ മഹത്വം എങ്ങനെ കൈവരിക്കാം? ത്യാഗവും സഹനവും ക്ഷമയും ഉള്ള ഒരാൾക്കാണ് പദവിയിലേക്ക് ഉയരാൻ സാധിക്കുക. ജീവിതത്തിൽ വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച വ്യക്തികളുണ്ട്. അവരാണ് മഹത്വത്തിൻ്റെ പദവിയിലേക്ക് ഉയർന്നിട്ടുള്ളത്. ഇന്ദ്രിയങ്ങളുടെ ജയവും മനസ്സെ വിഷയങ്ങളുടെ പുറകെ ഓടാതിരിക്കുകയും സർവജീവരാശികളെയും തന്നെപ്പോലെ കാണാൻ അഭ്യസിക്കുകയും ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന സ്നേഹമസൃണമായ വ്യക്തികൾക്ക് മാത്രമേ മഹത്വപദത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. ആ മഹത്വമാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം. ആ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ ശരീരം കൊണ്ട് ഉയർന്നതുകൊണ്ടായില്ല. ശരീരത്തിൻ്റെ ഉയർച്ചയല്ല, മഹത്വം കൊണ്ടാണ് ഏതൊരാളും ഉയരുന്നത്. ഇനി മഹത്വം എന്നത് എന്താണ് നമുക്കൊന്ന് നോക്കാം. ഉയരം കൊണ്ടൊരുവരുമെങ്ങും ഉയരാമെന്നോർത്തിയിടേണ്ട, ഉയരത്തേക്കുയരാനാണ് അഖിലർക്കും ഹൃദയവ്യാമോഹം. ഉയരത്തേക്ക് ഉയരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് ശരീരത്തിൻ്റെ ഉയരം കൊണ്ട് ഉയരാൻ സാധിക്കുന്നതല്ല. ഉയരം കൊണ്ടൊരുവനുമെങ്ങും ഉയരാമെന്നോർത്തിയിടേണ്ട. എല്ലാവരുടെ ഇടയിലേക്കും കുറച്ച് ശരീരത്തിന് നീളം കൂടിയാൽ നല്ല ഉയരമുണ്ടാകുമല്ലോ. അതല്ല ഉയർച്ച എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ പക്വതയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ഉയരത്തിലേക്ക് എത്തിക്കുന്നത്. സൽഗുണ സമ്പന്നമായ മനസ്സ് ആണ് പക്വതയാർന്ന മനസ്സ് എന്ന് പറയുന്നത്. എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ഒരു മനസ്സ് മഹത്വത്തിൻ്റെ മുന്നോടിയാണ്. അതിനാൽ മഹത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തൻ്റെ സ്ഥാനമാനങ്ങളും നിലയും വിലയും അഹങ്കാരവുമെല്ലാം ശമിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ മഹത് പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഉയരം കൊണ്ടൊരുവരുമെങ്ങും ഉയരാമെന്നോർത്തിയിടേണ്ട, ഉയരത്തേക്ക് ഉയരാനാണ് എല്ലാവരും മോഹിക്കുന്നത്. പക്ഷേ ആ ഉയർച്ചയ്ക്ക് മോഹമുണ്ടായാൽ മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണം. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നത്. മഹാത്മാക്കളായി ആരും ഇവിടെ ജനിക്കുന്നില്ല, ജീവിതം കൊണ്ടാണ് മഹത്വം നേടുന്നത്. മഹത് കാര്യങ്ങൾ ചെയ്യുന്നത് ആരോ അവരാണ് മഹാന്മാർ. എന്താണ് മഹത് കാര്യം? ഏറ്റവും മഹത്തായതെന്തോ അത് നേടുക. ഏറ്റവും മഹത്തായതെന്താണ്? വാസ്തവത്തിൽ ഈ ലോകത്തിലെ ക്ഷണികമായ വസ്തുക്കളല്ല, ഈ വസ്തുക്കൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ആ പരമ്പൊരുളിനെ ആരറിയുന്നുവോ അവരാണ് മഹത്തുക്കൾ. ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ പരമസത്യത്തെ ആരറിയുന്നുവോ അവർ മഹത്തുക്കളാണ്. ആ മഹത് പദവിയാണ് നമ്മെ ഏറ്റവും അധികം സന്തുഷ്ടരാക്കുന്നത്, നമ്മെ കൃതാർത്ഥരാക്കുന്നത്. അതിനാൽ ശരീരത്തിൻ്റെ ഉയരം കൊണ്ടല്ലാതെ മനസ്സ് മഹത് പദത്തിലേക്ക് ഉയരണമെങ്കിൽ മനസ്സെന്ന ചാഞ്ചല്യം തന്നെ ഇല്ലാതെയാകണം. അതില്ലാതാകുമ്പോഴാണ് നാം മഹത്വത്തിലേക്ക് ഉയരുന്നത്. അതിനാൽ ഉയരം കൊണ്ടൊരുവനുമെങ്ങും ഉയരാമെന്നോർത്തിയിടേണ്ട, ഉയരത്തേക്കുയരാനാണ് അഖിലർക്കും ഹൃദയവ്യാമോഹം.